ഒരു ക്രെഡിറ്റ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിൽ പോലെ ഇരിക്കും, അതിൻ്റെ ഒരു പ്രയോറിറ്റി പോലെ ഇരിക്കും നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ലോക്കൽ യൂണിവേഴ്സിറ്റി പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ അവരിപ്പോൾ ചോദിക്കും ഇത് ഏത് യൂണിവേഴ്സിറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. 8 മാസം മതി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ 8 മാസത്തിനുള്ളിൽ നമ്മൾ ഏകദേശം 4 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യും. 4 മൊഡ്യൂൾസിലും കമ്പൈൻഡ് ആയിട്ട് ടോട്ടലായിട്ട് 84 ക്രെഡിറ്റ്സ് UK ക്രെഡിറ്റ്സ് അവിടെ ഉണ്ടായിരിക്കും. ഇത് ടീച്ചേഴ്സിന് വേണ്ടിയുള്ളൊരു കോഴ്സാണ്. ടീച്ചിങ് പ്രൊഫഷനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കോഴ്സാണ് ഇതെന്ന് പറയുന്നത്. എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇന്ന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ വർക്ക് വിസയിലോ പോയിട്ട് അവിടെയൊക്കെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കുറേ പേര് അവിടെ ലൈഫിൽ സെറ്റിൽഡ് ആവും, കുറേ പേരൊക്കെ തിരിച്ചു വരും. അപ്പോൾ വിദേശത്ത് പോകുവാനുള്ള ട്രെൻഡ് കുറേ കാലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു ടീച്ചിങ് കോഴ്സ് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ വിദേശത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. കാരണം അവർ പെട്ടെന്നൊന്നും അങ്ങനെ ടീച്ചേഴ്സിന് എടുക്കാറില്ല. ഇപ്പം GCC കൺട്രീസിൽ, അതായത് ഗൾഫ് കൺട്രീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ നമുക്ക് നമ്മളെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. മാൽദീവ്സിലൊക്കെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. നമ്മുടെ BEd ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ യൂറോപ്യൻ കൺട്രീസൊക്കെ ഉണ്ടല്ലോ, യൂറോപ്യൻ കൺട്രീസ്, അതുപോലെ ഓസ്ട്രേലിയ, അങ്ങനത്തെ ആ രാജ്യം, പിന്നെ നമ്മുടെ കാനഡ, അതുപോലുള്ള നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഉണ്ട്. ഈ കൺട്രീസിലൊക്കെ നമുക്ക് നമ്മുടെ സാധാ ഒരു BEd കൊണ്ട് മാത്രം അവിടെ ഒരു ടീച്ചിങ് ജോബ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ടീച്ചിങ് പ്രൊഫഷനിൽ നിന്ന വ്യക്തിയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വിദേശത്ത് പോകാൻ ഒരു സമയത്തൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സ് ഉണ്ടെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നും അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ BEd കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ ഇങ്ങനെ, അപ്പോൾ അത് ഇനി കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ട്, എടുത്തു കഴിഞ്ഞാൽ ഇനി ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അന്ന് ഇത്രയും നമുക്ക് ഇൻ്റർനെറ്റിന് അല്ലെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇത്രയും നമുക്ക് കാര്യങ്ങൾ തപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് രീതികളൊക്കെ മാറി. യൂട്യൂബിലൊക്കെ ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ, ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാം. ഇവിടെ വിദേശം എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറയാം ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യങ്ങളും എടുത്തോളൂ. ആ കോഴ്സ് ഏത് കോഴ്സാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പ്രൊഫഷണൽ ഗ്ലോബൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു കോഴ്സാണ്. അതായത് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശത്തുള്ള പല സ്കൂളുകൾ അല്ലെങ്കിൽ വിദേശത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് പോയി പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇത് പ്രൊഫഷണൽ ഗ്ലോബൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇതിനെ ഒരു താഴ്ന്ന രീതിയിൽ കാണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ബെനിഫിറ്റ് ഉള്ളതും എത്രത്തോളം ഉയർന്നു നിൽക്കുന്ന കോഴ്സുമാണെന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. പ്രൊഫഷണൽ ഗ്ലോബൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് ഇത് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് SQA ആണ്. ഏതൊരു കോഴ്സുമായാലും ഏതൊരു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിനൊരു ഇഷ്യൂയിങ് അതോറിറ്റി ഉണ്ടാകും. BEd ആണെങ്കിൽ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഏതാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഏത് BA അല്ലെങ്കിൽ BSc ഏത് കോഴ്സ് എടുത്താലും അതിന് നമ്മുടെ കൺസേൺഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും QSAT ആയാലും കണ്ണൂരായാലും അതൊക്കെ ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഒരു ക്രെഡിറ്റ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിൽ പോലെ ഇരിക്കും, അതിൻ്റെ ഒരു പ്രയോറിറ്റി പോലെ ഇരിക്കും നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ലോക്കൽ യൂണിവേഴ്സിറ്റി പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ അവരിപ്പോൾ ചോദിക്കും ഇത് ഏത് യൂണിവേഴ്സിറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് കേൾക്കാനായിട്ടാകും. പക്ഷേ കേരളത്തിലുള്ള അത്യാവശ്യം യൂണിവേഴ്സിറ്റീസ് എല്ലാം നല്ല പേരുകേട്ട യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആ ഇഷ്യൂ അല്ലെങ്കിൽ ഏത് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ അണ്ടറിലാണ് പഠിക്കുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ മുന്നോട്ടുള്ള കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അവിടെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇതൊരു ചില്ലറ കോഴ്സല്ല. ഇത് SQA എന്ന് പറഞ്ഞ സ്കോട്ടിഷ് ക്വാളിഫിക്കേഷൻ അതോറിറ്റിയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊരു യൂറോപ്യൻ ബേസ്ഡ് ഒരു ഇഷ്യൂയിങ് അതോറിറ്റിയാണ്. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂയിങ് അതോറിറ്റിയാണ്. ഇത് 1996 സ്റ്റാർട്ട് ചെയ്ത ഒരു ഇഷ്യൂയിങ് അതോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട്.
SQAയുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സും സൈറ്റിൽ അവൈലബിൾ ആണ്. അത് അവൈലബിൾ ആകാത്തവർക്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. നിങ്ങൾക്ക് അതിൽ കയറി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു കോഴ്സിൻ്റെ PGDA പ്രൊഫഷണൽ ഗ്ലോബൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിൻ്റെ എന്താണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പേര് നമ്മൾ പറഞ്ഞു, ഇതൊരു ലെവൽ 7 ഓഫ് ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു രീതികൾ നമ്മൾ കേട്ട് കാണത്തില്ല. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ലെവൽസ് എന്ന് പറയുന്നത്. ലെവൽ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് മുകളിലും PGക്ക് താഴെയുമുള്ള ആ ഒരു അതിൻ്റെ ഒരു ഇടയ്ക്ക് വരുന്ന കോഴ്സിലാണ് ലെവൽ 7 കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡിഗ്രിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു കോഴ്സാണ് പ്രൊഫഷണൽ ഗ്ലോബൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ PGDE എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിഗ്രിക്ക് മുകളിൽ PG കോഴ്സുകൾക്ക് തൊട്ട് താഴെ. അപ്പം അവിടെ വേറൊരു ബെനിഫിറ്റ് കൂടെ അവിടെ വരുന്നുണ്ട്. ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഇതൊരു 84 ക്രെഡിറ്റ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റമാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നോക്കുമ്പോഴത്തേക്ക് അവിടെ ലെവൽസുകളുണ്ട്, ക്രെഡിറ്റുകളുണ്ട്. അപ്പോൾ 84 ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് PGDE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഏതൊരു ടീച്ചിങ് കോഴ്സ് എടുത്താലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ടീച്ചിങ് പ്രാക്ടീസ് നമ്മൾ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട റെലവൻറ്റ് പെഡഗോജി ഉണ്ട്, ക്ലാസ് റൂം ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ പഠിക്കും. അതുപോലെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കും, ലേണിംഗ് തിയറീസ് പഠിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ടീച്ചിങ് കോഴ്സ് എടുത്താൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിലും പഠിക്കുന്നതാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ കോഴ്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം BEd ആവട്ടെ, BEd പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈസ്കൂളിലും അതുപോലെ PG എടുത്തു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി, കോളേജ് ലെവലിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. TTC എടുത്തു കഴിഞ്ഞാൽ LP UP സെക്ഷനിലേക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രൈമറി പോലുള്ള സെക്ഷൻ, KG പോലുള്ള സെക്ഷൻ, മോണ്ടിസോറി കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ KG പോലുള്ള സെക്ഷൻസിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു സബ്ജക്റ്റ് ടീച്ചർ എന്ന് നമ്മൾ വിളിക്കും. ഇപ്പോൾ നമ്മൾ BEd പഠിച്ചു കഴിഞ്ഞു, കൺസേൺഡ് സബ്ജക്റ്റിൽ, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് കഴിഞ്ഞത്, BEd ഇംഗ്ലീഷാണ് കഴിഞ്ഞത്. അപ്പോൾ ഇംഗ്ലീഷ് കഴിയുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖല BEd ഇംഗ്ലീഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷായിട്ട് നമുക്ക് കയറാം. PG എടുത്തു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷായിട്ട് നമുക്ക് കയറാം. അതുപോലെ അങ്ങനെ ഒരു സബ്ജക്റ്റ് ടീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. പക്ഷേ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് സബ്ജക്റ്റ് ടീച്ചറിന് പുറമെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇൻ്റർനാഷണൽ ലെവലിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അഡ്വാൻസ്ഡ് പ്രാക്ടീഷണേഴ്സ്, സബ്ജക്റ്റ് ലീഡേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, നമുക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റ് HOD എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഹെഡ് ടീച്ചേഴ്സ്, വൊക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അഡ്വൈസേഴ്സ്, അക്കാഡമിക് ട്യൂട്ടേഴ്സ്, എഡ്യൂക്കേഷൻ മാനേജേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സോ ഈ ഒരു കൺസേൺഡ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് ഏതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ടീച്ചേഴ്സിന് വേണ്ടിയുള്ളൊരു കോഴ്സാണ്. ടീച്ചിങ് പ്രൊഫഷനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കോഴ്സാണ് ഇതെന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഒരു ഡിഗ്രി കോഴ്സ് ഫ്രം എ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ്, അതായത് കൺസേൺഡ് ആയിട്ടുള്ള അക്രഡിഷനുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അവർ പറയുന്നൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവർ പറയുന്നൊരു മാനദണ്ഡം, അജണ്ട എന്ന് പറയുന്നത് മെച്യൂർ എൻട്രി റൂട്ട് ഇൻ പ്ലേസ് സബ്ജക്റ്റ് ടു പ്രൊഫൈൽ റിവ്യൂ. അതായത് ചുമ്മാ ഒന്നും നമുക്ക് കോഴ്സിന് കയറി എൻറോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രൊഫൈൽ അവർ നോക്കും, നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കും. കാര്യങ്ങളെല്ലാം നോക്കിയിട്ടേ അവർ നിങ്ങളെ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനേക്ക് അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ്, മസ്റ്റ് ബി കറൻ്റ്ലി വർക്കിംഗ് ആസ് എ ടീച്ചർ. നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷനിൽ ഇരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യുന്നൊരു വ്യക്തിയോ ആയിരിക്കണം. അതൊരു മാനദണ്ഡമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ടീച്ചർ ആയിരിക്കണം അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിൽ ഇരുന്ന വ്യക്തി ആയിരിക്കണം. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതോട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ ചോദിക്കും. നെക്സ്റ്റ് വേണ്ടത് IELTS സ്കോർ. IELTS സ്കോർ 6.5 ആവശ്യമാണ്. IELTS പാസ്സായിരിക്കണം.
ഓക്കെ, അൺലെസ് യു ആർ നോട്ട് ഫ്രം യു ആർ ഇംഗ്ലീഷ് ലാംഗ്വേജ് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ അല്ലെങ്കിൽ നേറ്റീവ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിച്ച ഒരു വ്യക്തി എന്ന് വെച്ചാൽ അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നമ്മൾ അവിടെ നിന്ന് പഠിച്ച യൂറോപ്യൻ കൺട്രീസിൽ പഠിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ജീവിച്ച വ്യക്തിയല്ലല്ലോ. നമ്മൾ നമ്മുടെ നാട്ടിൽ ഉള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള വ്യക്തി ആയതുകൊണ്ട്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുള്ളത് കൊണ്ട് തന്നെ IELTS പാസ്സാണ്. IELTS ഇല്ലാത്തവർക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 6.5 ടെഫൽ, ടെസോൾ അല്ലെങ്കിൽ ഡ്യുവലിംഗോ പോലുള്ള കോഴ്സിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഈ ടെഫൽ, ടെസോൾ എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചിങ് ഇംഗ്ലീഷ് എസ് എ ഫോറിൻ ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സാംസ് ആണ്, ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാംസ് ആണ്. അത് ചിലർ കേട്ട് കാണുമായിരിക്കും, പക്ഷേ IELTS എല്ലാവരും കേട്ട് കാണും. IELTS 6.5 സ്കോർ ആവശ്യമാണ്. അതുപോലെ ഇവിടെ പ്രായം പറയുന്നുണ്ട്, ഏജ് 20+ ആയിരിക്കണം. ആൻഡ് ജെൻഡർ ഈസ് നോ ബാർ. ജെൻഡർ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, ജെൻഡർ ഇഷ്യൂസ് ഇല്ല. ഏജ് എന്തായിരിക്കണം? 20+ ആയിരിക്കണം. IELTS സ്കോർ 6.5 ഉണ്ടായിരിക്കണം. മസ്റ്റ് ബി വർക്കിംഗ് ആസ് എ ടീച്ചർ ആൻഡ് വാട്ട് ബാച്ചിലർ ഡിഗ്രി. ഇത്രയും ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഒന്നുകൂടെ പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു ലെവൽ 7 ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒരു കോഴ്സാണ്. എന്നാൽ ലെവൽ 7 എന്താണ് പറഞ്ഞു? ഇതൊരു 8 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. 8 മാസം മതി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ 8 മാസത്തിനുള്ളിൽ നമ്മൾ ഏകദേശം 4 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യും. 4 മൊഡ്യൂൾസിലും കമ്പൈൻഡ് ആയിട്ട് ടോട്ടലായിട്ട് 84 ക്രെഡിറ്റ്സ് UK ക്രെഡിറ്റ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓൺലൈൻ ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും വൺസ് എ വീക്ക്. ആൻഡ് എക്സാംസ് ഇല്ല കേട്ടോ. നോ എക്സാംസ്. അസൈൻമെൻറ്റ് ബേസ്ഡ് ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ എക്സാം എഴുതേണ്ട, എവിടെയും പോയി എക്സാം സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. സോ നെക്സ്റ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻടേക്ക് എന്നാണ്. ഇൻടേക്ക് എന്നുള്ളൊരു ആ ഒരു ടേം ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ടേമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ പോകുന്നവർ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഇൻടേക്ക്. നെക്സ്റ്റ് എന്നാണ് ജാനുവരി ഇൻടേക്ക്, മാർച്ച് ഇൻടേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുള്ളതാണ്. സോ ഇതിൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് ജാനുവരി, ഏപ്രിൽ, ജൂലൈ ആൻഡ് ഒക്ടോബർ മാസങ്ങളാണ് ഇതിന് അഡ്മിഷൻസ് നടക്കുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അഡ്മിഷൻസ് നടക്കുന്നത്. സോ അതിന് മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഈ ഒരു കോഴ്സ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത് മോസ്റ്റ് അഫോർഡബിൾ കോഴ്സ് ഫീസിലാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ആ ഒരു മൊഡ്യൂൾസ് ആ ഒരു പഠിക്കാനുള്ള സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു 84 ക്രെഡിറ്റ് ആണ്. ലെവൽ 7 ക്വാളിഫിക്കേഷനിൽ 84 ക്രെഡിറ്റ് UK ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൽ സ്പ്ലിറ്റ് ചെയ്ത് 4 മൊഡ്യൂൾസ് ആയിട്ട് ഇതിനെ തരം തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ ഇൻക്രീസിംഗ് ലേണിംഗ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഇൻ ക്ലാസ് റൂം 21 ക്രെഡിറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം മാൻഡറ്ററി ആണ്, ഇതിലൊന്നും ഓപ്ഷനിലില്ല. എല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. 21 ക്രെഡിറ്റ് ഫസ്റ്റ് മൊഡ്യൂൾ. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഡിസൈനിങ് കരിക്കുലം ഇൻസ്ട്രക്ഷൻ അസസ്മെൻറ്റ് ഫോർ സ്റ്റുഡൻസ് with the special education needs 21 credits and teaching as a teacher as a leader. അതും നെക്സ്റ്റ് മൊഡ്യൂളാണ് ടീച്ചർ ആസ് എ പ്രൊഫഷണൽ. അങ്ങനെ 4 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ വെൻ വി കമ്പൈൻ ദീസ് 4 മൊഡ്യൂൾസ് എന്താണ് നമുക്കൊരു 84 ക്രെഡിറ്റ് സിസ്റ്റമാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇത് 4 മൊഡ്യൂൾസ് പഠിച്ച് പാസ്സാവുന്നതിലൂടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഗ്ലോബൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സിൽ നിങ്ങൾ പാസ്സാവുകയാണ്. വിദേശത്ത് ഒരു തൊഴിൽ സ്വപ്നം, ഒരു ടീച്ചിങ് തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോർ ഇൻഫർമേഷന് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളൊരു ഗൂഗിൾ ഫോം വിത്ത് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഗ്ലോബൽ ഡിപ്ലോമ എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ശുഭദിനം.